ടിപ്പു അവസാനമായി മരണപ്പെടുമ്പോൾ അതും ഒരു ചതിയിലാണ്. ആ ശ്രീരംഗപട്ടണത്തിലെ പിന്നിലെ ഒരു ഭാഗത്തെ മതിൽ തകർത്ത് ബ്രിട്ടീഷുകാർ അകത്തേക്ക് കയറുന്നു എന്നറിയുമ്പോൾ രാത്രി ഭക്ഷണത്തിന് വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാനായി ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് കൈ വെക്കുകയായിരുന്നു ടിപ്പു. അവിടെ നിന്ന് കൈ കുടഞ്ഞെഴുന്നേറ്റ് സാധാരണ പടയാളികൾക്കൊപ്പം കുതിരപ്പുറത്ത് കയറി ആ പടക്കളത്തിലേക്ക് പോയി ഏതാണ്ട് 3/4 മണിക്കൂർ നേരം സാധാരണ പടയാളികൾക്കൊപ്പം യുദ്ധം ചെയ്ത് കുതിര വീണതിന് ശേഷം വീണ്ടും 37 മിനിറ്റ്, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. വെറും നിലത്തു നിന്ന് സാധാരണ പടയാളികളെ പോലെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് അവസാനം ആരെന്ന് തിരിച്ചറിയാത്ത വിധം ഒരു വലിയ ശവക്കൂമ്പാരത്തിനകത്ത് ഏതോ അജ്ഞാതനായ ബ്രിട്ടീഷ് പടയാളിയുടെ വെട്ടേറ്റ്, അതായത് ആയിരക്കണക്കിന് ബ്രിട്ടീഷ് പടയാളികൾക്ക് മുന്നിലാണ് ഏതാണ്ട് 175 പേർ നിന്ന് ഇത്രയും നേരം യുദ്ധം ചെയ്തത്. ആ ശവക്കൂമ്പാരത്തിനകത്ത് മരിച്ചു കിടന്ന രാജകുമാരന്റെ പേരാണ് ടിപ്പു. ആ ചരിത്രമാണ് ശ്രീരംഗപട്ടണത്തിന്റെ ചരിത്രം. ആ ചരിത്ര സ്ഥലമാണ് ഇങ്ങനെയാക്കി മാറ്റപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചരിത്രം ഇങ്ങനെ തിരുത്തി എഴുതപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നു വരെ ഉണ്ടായിരുന്ന ചരിത്ര സങ്കല്പങ്ങളുടെ ഫ്രെയിം, അതിന്റെ ചട്ടക്കൂട് ഒന്നാകെ തന്നെ പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ